പിന്നെ ചോദിച്ചോട്ടെ, ഈ മലയാള സിനിമയില് എന്തുകൊണ്ടാണ് ഈ സിനിമാ നടന്മാരുടെ മകള് പെൺമക്കള് സിനിമയിൽ വരാം? ആരും മലയാള സിനിമയിൽ പെൺമക്കൾ സിനിമയിൽ വരുന്നില്ല. ജനറലി കുറവാണ്. പറയാമോ? ഒരാളുടെ പേര് കല്യാണി പ്രിയദർശൻ ടോപ്പ് ഡയറക്ടറിന്റെ മോളാണ്. പിന്നെ ഇല്ല, അല്ല ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയാം, ഇപ്പൊ മനോജ് കെ ജയൻ ഉർവശിയുടെ മോള്. പിന്നെ ഞാൻ ചോദിക്കണം ലാലേട്ടന്റെ സൺ മോൻ പ്രണവ് ഫസ്റ്റ് പടം ആദ്യം ഗംഭീര ഹിറ്റ് തിയേറ്ററിൽ. പടം വലിയ രീതിയിൽ കഥയും കാര്യമൊന്നുമില്ല, എങ്കിലും പടം ഹിറ്റാണ് തിയേറ്ററിൽ. പക്ഷെ അതേസമയം കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ മാധവന്റെ മൂവി എന്നോട് തന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ദിവസം കിങ് ഓഫ് ദ ലൊക്കേഷൻ വെച്ച്. അപ്പൊ കുമ്മാട്ടിക്കളി വലിയ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയില്ല. പടം വർക്കാവുന്നതും വർക്കാവാതിരിക്കുന്നതും ഒന്നും ഒരു നടന്റെ കയ്യിലല്ല. നടൻ അച്ഛനും സൂപ്പർ സ്റ്റാർ പദവി നിൽക്കുന്ന അല്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരു മിഥ്യാധാരണ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം. അച്ഛൻ നടനായതുകൊണ്ട് മകൻ നടനാവണം, സൂപ്പർ സ്റ്റാർ ആവണം, അത് അവര് കാലം കൊണ്ട് അവര് തെളിയിക്കേണ്ട സംഭവമാണ്. ആക്ടിംഗ് വൈസ് ഏത് രീതിയിലാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ്, പിന്നെ അവര് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അത് ബേസ് ചെയ്താണ്. അല്ലാതെ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഹൃതിക് റോഷന്റെ കാര്യം എടുത്തു, നെപ്പോട്ടിസം പറഞ്ഞു ശരിയാണ് എല്ലാവരും, ബട്ട് ഹീസ് ഗിവിംഗ് ടഫ് കോമ്പറ്റീഷൻ ഫോർ എവരിബഡി. ലൈക്ക് അതുപോലെയാണ് ഫസ്റ്റ് ഓപ്പണിംഗ് ഒരു ഓപ്പണിംഗ് കിട്ടാൻ എളുപ്പമാണ്. എല്ലാരും പറഞ്ഞിട്ടുള്ള ബോളിവുഡ് പ്രണവ് അഭിനയിക്കുമ്പോ എല്ലാവരും മോഡലായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അവർ രണ്ടുപേരും ടെൻഷൻ മനസ്സിലാക്കുന്നില്ല, ഇത് വളരെ എളുപ്പമാണ് കയറാനുള്ളത്. പക്ഷെ ഇവര് കമ്പയർ ചെയ്യുന്ന ഇവരുടെ ഫാദറിനെ കമ്പയർ ചെയ്യുമ്പോ ഇവർക്ക് ഒരു ഇതുണ്ട്. അത് അവര് ബേസിക്കലി അവര് the feelings that they have എന്ന് പറയുന്ന സാധനം അത് എനിക്കറിയണമെന്നില്ല, എനിക്കറിയാൻ പറ്റുമെന്നില്ല. നമ്മളുടെ ചരിത്രമുള്ള ആൾക്കാർ പറയും നെപ്പോട്ടിസം ആണ് കേരള മലയാള സിനിമയുടെ. പക്ഷെ ഈ നെപ്പോട്ടിസം പറയുമ്പോ ഇവർക്ക് ഇവർ രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ല. ഇപ്പൊ പ്രണവ് ഇറങ്ങിയപ്പോ എല്ലാവരും ലാലേട്ടനായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അവർക്ക് ഏർലി എൻട്രി ആണെങ്കിൽ അവർ കുറെ എക്സ്പെക്ടേഷൻ ഭയങ്കരമാണ്. അപ്പൊ അവരും കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചോദിച്ചോട്ടെ, ഈ മലയാള സിനിമയില് എന്തുകൊണ്ടാണ് ഈ സിനിമാ നടന്മാരുടെ മകള് പെൺമക്കള് സിനിമയിൽ വരാം? ആരും മലയാള സിനിമയിൽ പെൺമക്കൾ സിനിമയിൽ വരുന്നില്ല. ജനറലി കുറവാണ്. പറയാമോ? ഒരാളുടെ പേര് കല്യാണി പ്രിയദർശൻ ടോപ്പ് ഡയറക്ടറിന്റെ മോളാണ്. പിന്നെ ഇല്ല, അല്ല ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയാം, ഇപ്പൊ മനോജ് കെ ജയൻ ഉർവശിയുടെ മോള്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സ്റ്റാർഡമുള്ള പേര് ഞാൻ പറയുന്നില്ല വിവാദം, പക്ഷെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അവരുടെ മക്കള് പേരെടുത്ത് പറയാൻ മീനാക്ഷി ദിലീപ്, അവരൊന്നും സിനിമയിൽ വരുന്നില്ല. അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് സിനിമയിൽ വരാനാണ് ആഗ്രഹം. നിനക്ക് മീനാക്ഷി സിനിമയിൽ വന്നിട്ട് നിനക്കെന്താ ഉദ്ദേശിച്ചത്? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. അലൻ ജോസ് പെരേരയ്ക്ക് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കാം. ഓ അങ്ങനെ ശരിയാണ്. പക്ഷെ പുള്ളിക്കാരത്തെ മീനാക്ഷി ദിലീപിനെ പറ്റി പറഞ്ഞിട്ടുന്ന കഴിഞ്ഞ ദിവസം ഡോക്ടറായി പോയി 40,000 രൂപ വരുമാനം എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. കാരണം സ്വന്തം അച്ഛൻ ഇത്രയും ദിലീപേട്ടന് അത്യാവശ്യം സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ പോകുന്നത് താങ്കൾ പറയുന്നത്? ഇത്രയും അല്ല, എന്താണ് ഇതിന്റെ ഇഷ്ടമല്ലേ അവർ അഭിനയിക്കുന്ന വീഡിയോ? രണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം എന്താ, സിനിമ ഇഷ്ടമുള്ള ആൾക്കാര് അവര് സിനിമയിലേക്ക് വരണം. അപ്പൊ അവരവർക്ക് ഇഷ്ടം. ഇപ്പൊ ഏത് നടന്റെ മകളാണെങ്കിലും മകനായാലും അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവര് വരും. അവര് നിലനിൽക്കും എന്നുള്ളതിനകത്ത് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവര് നിലനിൽക്കും. എന്തുകൊണ്ടാണ്